ഹലോ. അപ്പം നാട്ടിലെ എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് അടുത്ത ഓണം വരാറായി ഗൈസ്. ഇനി 2 ദിവസം കഴിഞ്ഞ് ഓണമാണെന്ന് എനിക്കറിയാം. അപ്പോഴാണ് ഗൈസ് എൻ്റെ ഗ്യാലറി കിടക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടിരുന്നു, പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ മറന്നതുകൊണ്ട് ഇതിങ്ങനെ നീട്ടി വെച്ചിരുന്നു ഗൈസ്. ഇപ്പോഴാണ് കണ്ടത് എനിക്കിന്ന് വോയിസ് ഓവർ കൊടുക്കണമെന്നൊക്കെ തോന്നിയത്. ഇപ്പം ഞങ്ങളിത് കൊല്ലത്തില്ല, സോറി ഗൈസ്, പത്തനംതിട്ട ഇലന്തൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പടയണി കാണാൻ പോയത്. ആക്ച്വലി ഞാനായിരുന്നു ഇങ്ങനൊരു പടയണി സംഭവം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയതായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ഞാൻ ഏട്ടനും കൂടി 2 ക്യാമറയിൽ ഏതാണ് നല്ല ക്ലാരിറ്റി ഉള്ളതെന്നൊക്കെയാണ് ആദ്യം നോക്കിയത്. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചത്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നമ്മുടെ പെണ്ണുങ്ങളാകുമ്പോൾ നമുക്കൊരു കമ്മലും കുറച്ച് മാലയൊക്കെ നോക്കാൻ തോന്നില്ല. അപ്പോൾ ഇഷ്ടംപോലെ ബംഗാളീസ് അല്ലായിരുന്നു, അല്ലാതെ ഇങ്ങനെ കമ്മൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് കളക്ഷനൊന്നും ഇല്ല ഗൈസ്. പക്ഷെ കണ്ടതിൽ എനിക്ക് ഇച്ചിരി ബെറ്റർ എന്ന് തോന്നിയത് ഈ ഒരു സാധനമായിരുന്നു. അങ്ങനെ 5-6 നോക്കി വെച്ച് എടുത്ത് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ഫൈനലി ഞാൻ ആ ഒരു റൗണ്ട് തന്നെ എടുത്തു കേട്ടോ ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഇതിലുണ്ട് ഗൈസ്, നല്ല കമ്മലായിരുന്നു. അത് എന്തായാലും 40 രൂപയായിരുന്നു. അങ്ങനെ ഗൈസ് ഇതാണ് കേട്ടോ പടയണിയുടെ കോലങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. പടയണി അത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു സംഭവമായിട്ട് കണ്ടിട്ടില്ല. ചെറിയൊരു പോർഷൻ എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു പടയണി. ഇത് പക്ഷേ ഭയങ്കര വലുതായിരുന്നു. ഓരോ കരയിലും അങ്ങനെ എന്തോ ഞങ്ങൾ തീരുന്ന ദിവസമല്ല പോയത്, അതിന് 2-3 ദിവസം മുമ്പാണ് പോയത്. അപ്പോൾ അത് ആ ഒരു കരയുടെ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഈ അമ്പലത്തിൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് പടയണി വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ആകാശദീപ കാഴ്ച, അതായത് പടക്കൊക്കെ പൊട്ടിച്ച് അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമല്ല ഫസ്റ്റിലിങ്ങനെ താലപ്പൊലിയായിട്ടൊക്കെ ഇങ്ങനെ വരും കേട്ടോ. താലപ്പൊലി വന്നിട്ട് എന്നിട്ട് ഇത് ചൂട്ടാണ്. ഈ ചൂട്ട് കത്തിച്ച് ഇത് ഏതെങ്കിലും ഒരു കരയിൽ നിന്ന് അവരുടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു അമ്പലത്തിലേക്ക്, ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നു, വൈകുന്നേരത്തിൻ്റെ പേരെന്തായിരുന്നു എന്തോ, അങ്ങനെ നല്ല ആഘോഷങ്ങളോട് ഇങ്ങനെ ആ കരക്കാർ ഇത് വ്രതമൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ നേർച്ചയൊക്കെ പറയുന്നവരാണ് ഇങ്ങനെ ഈ എന്താണ് എന്തുകൊണ്ട് ഇതിൻ്റെ പേര് ചൂട്ട്, ഈ ചൂട്ടൊക്കെ ഇങ്ങനെ കത്തിച്ചിടുന്നത്. അങ്ങനെ ഈ ചൂട്ടെല്ലാം കൂടി കണ്ട അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ എല്ലാവരും കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടിയിടുവേ. ഇത് കൂട്ടിയിടുന്ന ഇങ്ങനെ നല്ല രസമാണ് കഴിച്ച്. എനിക്കിത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ അഗ്നിയൊക്കെ തോന്നി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മൾ കണ്ണിലിങ്ങനെ വിഷ്വലി ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഏട്ടനെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾ ഈ ഒരു സംഭവം ഇത്രയും ഗംഭീരമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ചെറിയൊരു പോർഷൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ അത് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പുറയിലാണ് ഗൈസ് ഇങ്ങനെ ഓരോരോ പ്രധാനപ്പെട്ട 3 കോലങ്ങളെന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല, കറക്റ്റായിട്ടാണെന്ന് തോന്നുന്നു. 3-4 ഉണ്ടായിരുന്നു. അങ്ങനെ കോലങ്ങൾ കണ്ടിങ്ങനെ വരും. അത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആ ഘോഷയാത്രയുടെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് കുറേ നേരം ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച്, റൗണ്ടല്ല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എല്ലാവരെയും ഫ്രണ്ടിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുക. അതിങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരൊക്കെ ക്ഷമിക്കുക. അങ്ങനെ കണ്ട അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നവരൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ലല്ലോ, കണ്ടവരെല്ലാണ്ട് ഈ അപ്പം തന്നെ ഉണ്ട്, അപ്പം എല്ലാവരും എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിരുന്നു, പിന്നെ ഇത് സ്പീഡൊക്കെ കൂടും കേട്ടോ. ഇങ്ങനെ നടന്ന് സ്പീഡായി നമ്മുടെ അടുത്തോട്ടൊക്കെ വരും ഗൈസ്. അപ്പോൾ പേടിയാവും കേട്ടോ. ഞാൻ ഏട്ടനാണ് വീഡിയോ, അപ്പം ഇതിങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ ഏട്ടനെ പിടിച്ച് ബാക്കിലോട്ടൊക്കെ വലിക്കുന്നത് കണ്ട ആ ഒരു സംഭവമൊക്കെ നമുക്ക് ചില സമയത്ത് പേടിയോ അയ്യോ ഇതിപ്പോൾ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ കൊള്ളായിരുന്നു. ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമാണ്. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും ഗൈസ്. ഒരു മടുപ്പൊന്നും തോന്നിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് കുറേ നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നുമില്ല. പക്ഷേ ഇതങ്ങനെ മടുപ്പൊന്നും തോന്നിയില്ല. നല്ല രസമായിരുന്നു ഗൈസ് ഇങ്ങനെ കണ്ടിരിക്കാൻ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും കൊള്ളായിരുന്നു ഗൈസ്. കണ്ട നല്ല രസമാണ്. അത് ഇത് വരച്ചെടുത്തേക്കാണ് ആ സംഭവങ്ങളെല്ലാം കേട്ടോ. ഇങ്ങനെ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചേക്കുന്നത് അത് വരച്ച് വെച്ചിരിക്കുകയാണ് എല്ലാം. അങ്ങനെ അത് കുറേ നേരം ഇങ്ങനെ അതിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതല്ലേ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പടയണി കളിക്കാൻ പോകുന്ന അവിടെ പഠിക്കുന്ന പിള്ളേരല്ല, പഠിക്കുന്ന മാമ്മമാരും ഈ എന്തോ ഉണ്ട് ഗൈസ്. ഈ സംഭവം ചെയ്യുന്നവരാണ് ആ സംഭവം. അപ്പം അവരിങ്ങനെ ആദ്യം വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോരോ പടയണിയുടെ കോലങ്ങളായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇത് ആക്ച്വലി ഫസ്റ്റ് ഇറങ്ങിയ പടയണിയായിരുന്നു. ആ കോലങ്ങൾ പോയി കഴിഞ്ഞുള്ള ആദ്യത്തെ പടയണിയായിരുന്നു. അത് സർപ്പത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അത് ആ ഒരു ഒരാളിൽ നിന്ന് കളിച്ചത്. ഇത് ഈ ഒരു വേഷം അതിൻ്റെ വേഷം എന്നാണ് ഗൈസ് പറയുന്നത്. ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു വേഷം എന്തോന്ന് എനിക്കറിയത്തില്ല. എന്താണ് പക്ഷിക്കോലം, യക്ഷിക്കോലം, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഇത് ഫുള്ള് കുട്ടികളായിരുന്നു കേട്ടോ. കുട്ടീസിനെ ഇങ്ങനെ നിർത്തിയിട്ട് അവർ 2 കയ്യിലും ചൂട്ടിങ്ങനെ കത്തിച്ചു കൊടുക്കും.
അത് വെച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ സംഭവങ്ങളായിരുന്നു. വേണ്ട കണ്ട ഈ ഒരു ചൂട്ട് എല്ലാ കുട്ടികളുടെയും കയ്യിൽ കൊടുക്കും കേട്ടോ. എല്ലാ കുട്ടികളുടെയും കയ്യിൽ കൊടുത്തിട്ട് അതിങ്ങനെ കത്തിച്ചിട്ട് അത് അവർ തീ അണയ്ക്കണേ. എന്നിട്ടാണ് അവരുടെ ആ ഒരു കളി തുടങ്ങുന്നത്. ആദ്യം ഭയങ്കര സ്ലോയിലാണ് കേട്ടോ ഈ സാധനം തുടങ്ങുന്നത്. അവരിങ്ങനെ ആ ഒരു സോങ് ഉണ്ട്, അത് അവർ പാടുവാണോ എന്തോ എനിക്കറിയത്തില്ല, അത് റെക്കോർഡാണോന്ന് എനിക്കറിയത്തില്ല. ആ ഒരു താളത്തിനനുസരിച്ചാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. അത് ആദ്യം ഭയങ്കര സ്ലോയിലായിരുന്നു, പിന്നെ അത് ഭയങ്കര സ്പീഡാവും ഗൈസ്. സ്പീഡെന്ന് വെച്ചാൽ നമ്മൾ പേടിച്ചു പോട്ടെ. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വീഴുന്നതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പേടിച്ചു പോവും. അപ്പം ആദ്യം കണ്ട ഗൈസ് ഭയങ്കര സ്പീഡ് കുറവല്ല, അതിപ്പോൾ അത് ഫാസ്റ്റായിട്ട് തീരാറാകുമ്പോഴത്തേന് ഇങ്ങനെ കുട്ടികളൊക്കെ വീഴും, ഇങ്ങനെ കളിച്ച് വീഴുക. അപ്പോൾ അവിടെയുള്ള വലിയ ആൾക്കാർ വന്ന് അന്നേരം തന്നെ അവരെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ വേറെ കുട്ടികളൊന്നും ചവിട്ടുമോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ചുറ്റിനും ആൾക്കാരാണ് ഗൈസ് അവരെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. എപ്പോൾ വീണാലും അവരെ എടുക്കാൻ ഒരാൾ വില്ലിങ്ങായിട്ട് അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഒരാളൊന്നുമല്ലോ, കുറേ പേര് അന്നേരം ആ ഒരു സമയത്തേക്ക് അവരുടെ അടുത്തേക്ക് ഓടി വരും ഗൈസ്. അപ്പം ഇതെന്തോ എനിക്കറിയില്ല, അത് ഇങ്ങനെ സംഭവിക്കുന്നതാണെന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വലിയ ആൾക്കാരുടെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരു കുട്ടികളുടെ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഗൈസ് ഈ ഒരു കാണുന്ന വേഷം. ഈ ഒരു വേഷത്തിൻ്റെയും പേരെനിക്കറിയത്തില്ല. ഇതും എന്തോ ഇത് കുറച്ച് ആൾക്കാർ ഈ ഫസ്റ്റ് റോയിൽ നിൽക്കുന്ന ആ ഒരു ലൈൻ നിൽക്കുന്ന അത്ര ആൾക്കാരുള്ളായിരുന്നു. ഇത് വലിയ മാമന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാമന്മാർ കണ്ട നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവരിനെ കുറച്ചേ ഞങ്ങൾ കണ്ടുള്ളൂ. ആക്ച്വലി ഇതെന്തോ സംഭവം ഞാൻ കണ്ടില്ല, കാരണം ഇത് നല്ല ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ 12-1 മണി ആയപ്പോഴാണ് ഇത് രണ്ടാമത്തെ ഇതായിട്ട്. ഇനിയും 10-18 എന്തോ 8-9 എത്രയോ സംതിങ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് അത്രയും കണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ പോയായിരുന്നു കേട്ടോ.